ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് വിശ്വസ്തരായ ഹൃദയർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിക്കുമാറാകട്ടെ. പിതാവ് ഈ സമയം അമ്മയുടെ ശിരസിന്മേൽ മുടിവെക്കുന്നു. അതിനുശേഷം മദർ റോഷൽ, മദർ മേഴ്സി നെടുമ്പുറം, ഹൗസ് സുപ്പീരിയർ സിസ്റ്റർ റോസാൻഡോ. പ്രിയപ്പെട്ട ജന്മദിനയുടെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, 28 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച തനിക്ക് ദൈവം കനിഞ്ഞു നൽകിയ ആയുസ് ഏറ്റവും നന്നായി വിനിയോഗിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയാകുന്ന വെർജിൻ മേരി അമ്മയ്ക്ക് പ്രാർത്ഥനകളിലൂടെ യാത്രാഭിവാദനങ്ങൾ അർപ്പിക്കാൻ, സുഖത്തിലേക്ക് യാത്രയാക്കാനുമാണ് നമ്മളെല്ലാവരും ഒന്നിച്ചുകൊണ്ടിരിക്കുന്നത്. വെർജിൻ മേരി അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് അമ്മയുടെ ജീവിത വഴികളിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിച്ചു. അമ്മയുടെ ജീവിതത്തിൻ്റെ ധന്യതയും ആ ജീവിതത്തിലൂടെ ചെയ്ത നന്മയും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കേൾക്കാനിടയായി. അതിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കടന്നു പോകുന്ന അമ്മയെക്കുറിച്ച് കുടുംബക്കാരുടെ, സന്യാസ സമൂഹത്തിൻ്റെ ഒക്കെ എല്ലാ അനുഭവങ്ങളും ചേർത്ത് വെച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്നത് ഈശോ മിശിഹായിക്ക് ഉത്തമ സാക്ഷി നൽകി
സമർപ്പിത ജീവിതത്തിൻ്റെ സമ്പൂർണതയിൽ ജീവിച്ച് കുടുംബത്തിനും സന്യാസ സമൂഹത്തിനും ദൈവജനത്തിനുമെല്ലാം പ്രകാശം പകർന്നു നൽകിയ, വെളിച്ചം നൽകിയ ഒരു വലിയ പ്രകാശ ഗോപുരം എന്ന് ഈ അമ്മയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അമ്മയുടെ ജീവിതമാകുന്ന ആ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങാൻ അനേകർക്ക് സാധിച്ചു. അനേകരെ അമ്മ അതുപോലെ വഴി നടത്തി. അങ്ങനെ വലിയൊരു പ്രകാശ ഗോപുരമായിട്ട് നിലകൊള്ളുകയായി. ഇന്ന് ഈ കുർബാനയിൽ ബഹുമാനപ്പെട്ട ലൗലിയച്ചനോട് ചേർന്ന് പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ജെയിംസ് നിങ്ങച്ചൂരിലസ്. ഞങ്ങൾ ഒന്നിച്ച് ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്തിരുന്നവരാണ്. അച്ഛൻ ഇന്ന് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ സന്നിഗ്ധരാവാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്. ഈ സമയത്ത് അച്ഛൻ ജർമ്മനിയിൽ നിന്ന് ഈ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് സന്യാസ ജീവിതത്തിലേക്ക് വന്ന ശേഷമുള്ള അമ്മയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. അച്ഛൻ്റെ ബാല്യകാലത്ത് ചേന്നങ്കരിയിലെ തേവാരൻ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അച്ഛനെ സ്വാധീനിച്ച കാര്യങ്ങൾ അച്ഛൻ തന്നെ പറയുകയുണ്ടായി. പള്ളിയിൽ പോകാൻ, കുർബാനയിൽ പങ്കെടുക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ താഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല പ്രചോദനവും പ്രേരണയും നൽകിയ വീട്ടുകാരുടെ കുട്ടിയമ്മ, അവരൊക്കെ ഓമനപ്പേരിൽ, സഹോദര മക്കളൊക്കെ ഓമനപ്പേരിൽ കുട്ടിച്ചേച്ചി എന്ന് വിളിക്കുന്നു. ആ കുട്ടിച്ചേച്ചിയുടെ ഉത്സാഹവും താല്പര്യവും അച്ഛന് ഇന്നലെ വിശദമാക്കുന്നുണ്ടായി. അതുകൊണ്ട് മഠത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, സഹോദരങ്ങൾക്ക്, സഹോദര മക്കൾക്ക് ഒക്കെ ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനായിട്ടുള്ള ഒരു വലിയ ചൈതന്യമായിട്ട് കുടുംബത്തിൽ നിലകൊണ്ട ആളാണ് വീട്ടുകാരുടെ കുട്ടിയമ്മ, സഹോദര മക്കളുടെ കുട്ടിച്ചേച്ചി. അങ്ങനെ സന്യാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതുപോലെ ജീവിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ, തേവാരൻ കുടുംബത്തിൻ്റെ ആ നന്മയാണ് ഇതുപോലെയുള്ള ഒരു സമർപ്പിത സന്യാസിനിയെ സഭയ്ക്ക് സമ്മാനിക്കാനായിട്ട് സാധിച്ചത് ആ തേവാരൻ കുടുംബത്തിൻ്റെയാണ്. അതുകൊണ്ട് ഈ വേളയിൽ അനുഗ്രഹീതരായ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കണം. അവരുടെ ജീവിത മാതൃകയും അവരുടെ ചൈതന്യവും ആ തേവാരി കുടുംബത്തിന്റെ ദൈവവിശ്വാസവും ദൈവാനുഭവവും ഒക്കെയാണ് ഇതുപോലൊരു വ്യക്തിയെ സന്യാസ സമൂഹത്തിനും തിരുസഭയ്ക്കും സമ്മാനിച്ചത്. അതുകൊണ്ട് ആദരവോടെ നമുക്ക് അവരെ ഓർക്കാം. ആ കുടുംബത്തിൽ നിന്ന് തേവാലില് ബഹുമാനപ്പെട്ട പരേതനായ തേവാൽ അച്ഛനുണ്ടായി. ഇപ്പൊ നമുക്ക് നമ്മളോടൊപ്പം കുർബാന അർപ്പിക്കുന്ന അച്ഛനുണ്ട്. അതുപോലെ സഹോദര മക്കള്, ഈ സഹോദരിയുടെ സഹോദര മക്കള് ജെയിംസ് അച്ഛനുണ്ട്. ഇവരുടെ എല്ലാ ജീവിതത്തില് മുന്നോട്ടുള്ള വഴികളിൽ അമ്മ എപ്പോഴും ഒരു പ്രേരണയും പ്രചോദനവുമായി. വല്യച്ഛൻ, തേവാലിലെ വല്യച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആലപ്പുഴയിൽ കൊച്ചനായിരിക്കുമ്പോൾ അച്ഛൻ ആലപ്പുഴ കൊറോണ വികാരിയാണ്. പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. ചിട്ടയും ക്രമവുമുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. ഏതു കാര്യവും പ്രാർത്ഥനാപൂർവ്വം ചെയ്യാനായിട്ട് പ്രേരണയും പ്രചോദനവും നൽകുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു. ആ അച്ഛന്റെ പെങ്ങളും അതേ ശൈലിയിൽ തന്നെയായിരുന്നു എന്നിപ്പോൾ ഇവിടെ വായിച്ചു കേട്ട, അല്ലെങ്കിൽ ഇവിടെ വിശദീകരിച്ചു കേട്ടു. പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു. രാവിലെ 3 മണിയാവുമ്പോൾ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥനയിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് പരിശ്രമിച്ചു. ഇന്നലെ ജെയിംസ് അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അമ്മ കുടുംബാംഗങ്ങളോടുള്ള ബന്ധം പുലർത്തിയിരുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട്. രാവിലെ മുതൽ ചാപ്പലിൽ പോകുന്ന അമ്മ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. അമ്മയുടെ സഹോദരങ്ങളെയും സഹോദര മക്കളുടെയും അവരുടെ മക്കളെയും ഒക്കെ ഓരോരുത്തരെയും ഓർത്ത് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അമ്മ പറയാറുണ്ടായിരുന്നു എന്ന് പറയുണ്ടായി. അങ്ങനെ പ്രാർത്ഥനയുടെ പ്രേക്ഷിതയായിട്ട് ജീവിച്ച് പ്രാർത്ഥനയിലൂടെ ആ കുടുംബത്തെയും ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച് നീങ്ങിയ അമ്മയാണ് സന്യാസ സമൂഹത്തിൽ ജ്വലിക്കുന്ന മാതൃകയായിട്ട് മുന്നോട്ട് നീങ്ങിയത്.
ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് നിറവേറ്റി ഈ അമ്മ ജീവിച്ചു. ഇന്നെല്ലാം ഫാസ്റ്റ് ഫുഡിന്റെയും ഫാസ്റ്റ് ജീവിതത്തിന്റെയും കാലഘട്ടത്തിലെല്ലാം ഏറ്റവും ചുരുങ്ങിയ ശൈലിയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ സമർപ്പണത്തിനും ഒരുപക്ഷെ അതുപോലെയുള്ള വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സമർപ്പിത ജീവിതം ഏറ്റവും മിനിമം കൊണ്ട് നിർത്താനായിട്ടുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ഉത്തമ മാതൃകയായിട്ടാണ് ഈ അമ്മ കടന്നു പോവുക. സമ്പൂർണമായ സമർപ്പണം വിജയിക്കണമെങ്കിൽ അത് ഈശോയുമായിട്ടുള്ള ആഴമായ ബന്ധമാവണം, ദൈവവുമായിട്ടുള്ള ബന്ധമാവണം. പ്രാർത്ഥനയിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല. പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ട് ഒന്നിക്കുന്ന ആ വലിയ ബന്ധത്തിൽ നിന്നാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് അമ്മയുടെ ജീവിതത്തിലൂടെ അമ്മ കാണിച്ചത്. ഒരു സന്യാസി എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന രീതിയിൽ, അതുപോലെ സേവന രംഗങ്ങളിൽ വിവിധ മേഖലകളിൽ അമ്മ ശുശ്രൂഷ ചെയ്തപ്പോഴെല്ലാം അമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനവും ശക്തിയും പകർന്നു നൽകിയത് അമ്മയുടെ ആ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധമാണ്. ഇളംകുളക്കാർ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്ന രണ്ട് വ്യക്തികളാണ് തേവാലച്ഛനും വെർജിൻ മേരിയമ്മയും. ഇളംകുളം സ്കൂള് വേണ്ടത്ര നന്നായി മുന്നോട്ട് പോകുന്നില്ല. അവിടെ ആ വിദ്യാലയ അന്തരീക്ഷം ഇത്രയും കൂടി മെച്ചമാക്കണമെന്ന ആഗ്രഹത്തിൽ അവിടേക്ക് ഐക്യപ്പെട്ട സന്യാസിനിയായിരുന്നു വെർജിൻ മേരിയമ്മ. കാവുവാട്ട് പിതാവ് തേവാലച്ഛനെയും അങ്ങോട്ട് വിട്ടു. ആ വിദ്യാലയം ഇത്രയും കൂടി മെച്ചമാവേണ്ടതുണ്ട് എന്ന് ആങ്ങളെയും പെങ്ങളും ഒന്നിച്ച് ഇളംകുളത്ത് ശുശ്രൂഷ ചെയ്ത് മാതൃകാ വിദ്യാലയമാക്കി അതിനെ വളർത്തിയെടുത്തു. ഇതുപോലെ അമ്മ സേവനം ചെയ്ത ഓരോ വിദ്യാലയത്തെ കുറിച്ചും പറയാൻ പറ്റും. വിദ്യാലയ മേഖലകളിൽ അമ്മ ചെയ്ത സേവനങ്ങൾ, അമ്മയുടെ ജീവിത വഴികളിൽ അമ്മയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായിട്ട് നിറവേറ്റി അധികാരികളുടെ വിധേയത്വത്തോടുകൂടി എല്ലാം ഏത് ഉത്തരവാദിത്വവും സന്തോഷത്തോടെ സന്മനസ്സോടെ ഏറ്റെടുക്കുവാനായിട്ട് അമ്മ ഉത്സാഹം കാണിച്ചു എന്നുള്ളത് അമ്മയെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്വലിക്കുന്ന മാതൃക നൽകി കടന്നു പോകുന്ന ഈ അമ്മയുടെ ഓർമ്മ അനുസ്മരിക്കുമ്പോൾ സന്യാസ ജീവിതത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ, ഇന്നത്തെ സന്യാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളി അതിജീവിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെയും മാതൃകകളായി തീരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ അമ്മ ഓരോ സന്യാസിനിക്കും നൽകുന്നത്, സന്യാസ ജീവിതക്കാർക്ക് നൽകുന്നത്. ഇന്ന് ഈ അമ്മയെ സ്വർഗത്തിലേക്ക് യാത്രയയക്കുന്ന വേളയിൽ സന്യാസ ജീവിതത്തെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാം. സമർപ്പിത ജീവിതത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ആ ജീവിതത്തിന് പരിധികളില്ലാത്ത ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ത്യാഗത്തിന്റെ പാതയിലൂടെ ജീവിതം ധന്യമാക്കാനായിട്ടുള്ള ഉറച്ച തീരുമാനം എടുക്കാം. ഇനിയും ധാരാളം പേരെ ഈ സന്യാസ ജീവിത വഴിയിലേക്ക് ആനയിക്കുവാൻ ഇന്നത്തെ സന്യസ്തർക്ക് അവരുടെ ത്യാഗോജ്വലമായ സമർപ്പിത ജീവിതത്തിലൂടെ സാധിക്കണം. അമ്മയുടെ വിദ്യാർത്ഥിനികളും അമ്മയുടെ കുടുംബാംഗങ്ങളും ഒക്കെ സമർപ്പിത ജീവിതത്തിലേക്ക്, ദൈവവിളിയിലേക്ക് കടന്നു വരുവാനായിട്ട് അമ്മയുടെ ജീവിതം കാരണമായിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ഈ വിളിയുടെ മഹാത്മ്യവും സമർപ്പണത്തിന്റെ മഹത്വവും ഒക്കെ കാണിച്ചു കൊടുക്കുവാൻ ഇന്ന് ഇതിൽ നിന്നൊക്കെ അകന്നു ജീവിക്കുന്ന ആ ഒരു തലമുറയിൽ കൂടുതൽ ഉത്തരവാദിത്വപൂർവ്വം ജീവിക്കുവാൻ, കൂടുതൽ ഉത്തരവാദിത്വപൂർവ്വം ആ സാക്ഷ്യം നൽകുവാൻ ഇന്നത്തെ സന്യാസിനികൾക്ക്, സമർപ്പിതർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ വേളയിൽ പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഈ അമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാം ഈ ശ്വാസിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുവചനത്തിൽ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്റെ വചനം ശ്രമിക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന്. വെർജിൻ മേരിയമ്മ ഈശോയെ വിശ്വസിച്ചു, ഈശോയുടെ വചനം പാലിച്ചു, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ആ വിശ്വാസവും വചനാധിഷ്ഠിത ജീവിതവും ഈശോ വാഗ്ദാനം ചെയ്ത നിത്യസമ്മാനത്തിന് അമ്മയെ അർഹയാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത വഴികളിലും ഈശോ മിശിഹായുടെ വചനം ഹൃദയത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വചനത്തിന്റെ സാക്ഷികളായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. ഈ അമ്മയ്ക്ക് സ്വർഗീയ ഭവനത്തിൽ
ദൈവം നിത്യമഹത്വം, നിത്യ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെയും ലൗലിയച്ഛനെയും ജെയിംസച്ഛനെയും ഒക്കെ ഈശോ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ കുർബാന ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിക്കേണ്ടതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംസ്കാര കർമ്മത്തിൽ അധികം പേർക്ക് പള്ളിയിൽ വെച്ച് പങ്കെടുക്കാൻ പറ്റുകയല്ല. അതുകൊണ്ട് നന്ദിയുടെ ഒരു വാക്ക് ഇവിടെ വെച്ച് ഞാൻ നൽകാം എന്നാണ് കരുതുന്നത്. ഞങ്ങൾ സ്നേഹത്തോടെ കുട്ടിയമ്മായി എന്ന് വിളിക്കുന്ന വെർജിൻ മേരി അമ്മയെ ഈ സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കുകയും 25 വർഷവും 50 വർഷവും പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിലും വിശ്വസ്തതാപൂർവം അഭിമാനപൂർവ്വം ജീവിക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്ത തൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നയാക്കിയ ദൈവത്തമ്പുരാനായ പിതാവായ ദൈവത്തോട് ഞാൻ നന്ദിപൂർവ്വം തലകുനിച്ച് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അമ്മായിയെ ഞങ്ങൾക്ക് നൽകിയതിന് ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ബഹുമാനപ്പെട്ട തേവാരലച്ഛനും കുട്ടിയമ്മായും ഒക്കെ ദൈവതുല്യരായിട്ടാണ് കടന്നു വരുന്നത്. അവര് ബഹുമാനപ്പെട്ട തേവാരലച്ഛൻ എൻ്റെ ഓർമ്മയുടെ സമയത്തൊക്കെ കോർപ്പറേറ്റ് മാനേജരായിരിക്കുന്ന ആ സമയമാണ് ഞാൻ ഓർക്കുന്നത്. വളരെ വിദ്യാഭ്യാസ സമരമൊക്കെ കഴിഞ്ഞ ഉടനെയാണല്ലോ അച്ഛൻ കോർപ്പറേറ്റ് മാനേജരായത്. വളരെ ക്ഷീണിതനായി ഒരു വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയുടെ ഒരു ബോട്ടിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറി 5:30 അല്ലെങ്കിൽ 4:30-5 ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബോട്ട് ജെട്ടിയിൽ ഇറങ്ങുന്ന ചിത്രം. അപ്പം ഞാനും അനിയനും ഒക്കെ ചേർന്ന് അച്ഛനെ സ്വീകരിക്കാനായിട്ട് അവിടെ പോയി നിൽക്കും. കൈകുപ്പി അച്ഛനെ സ്വീകരിച്ച് ഒരു ചാരുകസേനയിൽ ഇരുത്തി വള്ളം തുഴഞ്ഞ്, ചുരുളം വെള്ളമാണ്, ചുരുളം വെള്ളം തുഴഞ്ഞ് അച്ഛനെ വീട്ടിൽ കൊണ്ടുവരും. അച്ഛൻ വളരെ വൈകിട്ട് കൃത്യമായിട്ടുള്ള സമയമൊക്കെ പാലിച്ച് അച്ഛൻ വീട്ടിലുണ്ടാവും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛനൊന്ന് കുളിയൊക്കെ കഴിയുമ്പോൾ ഒരു ചെറുതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ ചാരുകസേനയിലിങ്ങനെ ഒരു ചെറിയ മയക്കത്തിലാവും. ഞാനും അനിയനുമൊക്കെ അന്ന് കുരുത്തക്കേട് കാണിച്ച് നടക്കുന്ന സമയമാണ്. ഞങ്ങൾ പെരുവിരലിൽ കുത്തിയാണ് അച്ഛൻ ഇരിക്കുന്ന മുറിയിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം സൈലൻ്റായിട്ട് കടന്നു പോകും. അതേ ഭവ്യത തന്നെ കുട്ടിയമ്മായി വരുമ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. എങ്കിലും അമ്മായി വരുന്നത് കാണുമ്പോൾ, വരുന്നതെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം അമ്മായി നമ്മുടെ മാന്ത്രിക ചെപ്പിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് തരുന്ന കണക്ക് എനിക്കും കുടുംബത്തിലുള്ളവർക്കും ഒക്കെ ചെറിയ വെള്ളത്തൂവാല കൊണ്ട് തന്നത്, കുരിശൊക്കെ വരച്ച തൂവാലയൊക്കെ കൊണ്ട് തന്നത് ഞാൻ ഇപ്പോഴും നന്ദിപൂർവ്വം ഓർക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ വീട്ടിൽ വലിയ സന്തോഷത്തിൻ്റെ അവസരമായിരുന്നു അമ്മായി വരുന്നത്. ഉടനെ തന്നെ അയലോകത്തുള്ള എല്ലാ വീട്ടിലും പോകും. ഞങ്ങളുടെ ബന്ധുജനങ്ങളെ എല്ലാവരെയും കാണും. അവരുടെ സുഖാന്വേഷണം ഉണ്ടാവും. എന്നിട്ട് പരസ്പരമുള്ള ബന്ധുക്കൾ വീടുകളിലൊക്കെ പണ്ട് അല്ലെങ്കിൽ കുറച്ചു കാലം മുന്നേ അവരെ കണ്ടതിൻ്റെ ചിത്രങ്ങളൊക്കെ എല്ലാവരോടും പോകും. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ വളർത്തിയ ആളാണ് കുട്ടിയമ്മ എൻ്റെ മനസ്സിൽ. എന്നെ ഒത്തിരി പ്രാർത്ഥനയുടെ അനുഭവത്തിലും സെമിനാറിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇടയ്ക്കൊക്കെ വാഴപ്പള്ളിയിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെയാണ് ഞാൻ അവിടെ എച്ചമ്മൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ചെന്ന് കാണുമായിരുന്നു. എപ്പോഴും അച്ഛൻ്റെ വലിയച്ഛൻ തൊട്ടടുത്തുണ്ടല്ലോ, രണ്ടുപേരെയൊക്കെ പോയി കണ്ട് സന്തോഷത്തോടു കൂടി കാണും. അപ്പം എന്നെ കാണാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു അമ്മയെ എൻ്റെ മുമ്പിൽ ഉണ്ട്. എന്നാൽ അതിനോടൊപ്പം സങ്കടത്തോടെ ഇപ്പം ഞാൻ ഓർക്കുന്നു, 26 വർഷം മുന്നേ ഞാൻ വൈദികനായപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ലഭിച്ചത് ബഹുമാനപ്പെട്ട നങ്ങച്ചി വീട്ടിൽ അച്ഛൻ്റെ അപ്പനും അമ്മയും കൊടുത്ത കാസയും പീലാസയുമാണ്. അത് ബഹുമാനപ്പെട്ട തേവാറിലച്ഛൻ ഉപയോഗിച്ച കാസയാണ്. ആ കാസയും പീലാസയുടെ കൂടെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ വെള്ള വിരിപ്പുണ്ടല്ലോ, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ള വിരിപ്പ് ഈ കുട്ടിയമ്മായിയാണ് എനിക്ക് തന്നത്. ഇപ്പോഴും എൻ്റെ അതിരിപ്പുണ്ട്. അപ്പം അമ്മായിയുടെ ആ ഒരു പ്രാർത്ഥനാ ചൈതന്യവും ഒരു സ്നേഹവും പരിഗണനയും ഇപ്പോഴും എനിക്ക് സ്വന്തമായി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർപ്പിച്ചത് ഇതൊന്നുമല്ല. ദൈവസ്നേഹത്തിൽ
ആഴപ്പെട്ട് കുടുംബത്തോട് സ്നേഹവും പരിഗണനയും ഒക്കെ കാണിച്ചെങ്കിലും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വളർന്ന അമ്മായി നിങ്ങളെല്ലാവരോടാണ് വളർത്തിയത്, നിങ്ങളെല്ലാവരോടാണ് സംരക്ഷിച്ചത്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ കാര്യത്തിനും ഓർത്ത് നന്ദി പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിലും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ SABSയിലെ കോൺഗ്രിഗേഷൻ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും പല തരങ്ങളിൽ നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, അമ്മായിയെ വളർത്തിയിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അഭിമന്യ പെരുന്തോട്ട പിതാവ് ബാംഗ്ലൂരിൽ ഒരു കോഴ്സിൽ ഒരു കാര്യത്തിൽ പോയിരിക്കുകയാണ്. ഞാൻ അറിയിച്ചപ്പം അതിൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ അസാന്നിധ്യത്തിലും പിതാവിനെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചു പിതാവ് ഇവിടെ വന്ന് പ്രാരംഭ ചടങ്ങുകൾ നടത്തി. അതിന് വലിയ സൗമനസ്യം കാണിച്ച കൊച്ചു പിതാവിനോടും പറയും പിതാവിനോടും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട VG-മാരിൽ എൻ്റെ ക്ലാസ്മേറ്റായ പാടിയത്തച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. മറ്റച്ഛന്മാരും ഒക്കെ ഒത്തിരി പേര് ഇവിടെ സമയങ്ങളിലും അസമയത്തും വന്ന് ഈ പ്രോട്ടോകോള് പാലിക്കാനായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഇന്നലെ വൈകിട്ടൊക്കെ ഞാൻ ചെന്ന് കണ്ടിരുന്നു. അവരെല്ലാം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിന്ന് ഒരല്പം നേരത്തേക്ക് മാറി നിൽക്കുന്നത്. അവർ പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്. അച്ഛൻ ഒത്തിരി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തന്നു. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹകരിക്കുന്നുണ്ട്. അച്ഛനെയും കൊച്ചത്തിനെയും ഇവിടുത്തെ കൈക്കാരന്മാര്, പള്ളിയുടെ കൈക്കാരന്മാര്, ഇടവക ജനം, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഇനിയും ബഹുമാനപ്പെട്ട എടത്തുവായിലെയും പച്ചയിലെയും ബഹുമാനപ്പെട്ട ഡോക്ടർമാരും സിസ്റ്റേഴ്സും നേഴ്സുമാരും ജീവനക്കാരുമാണ് അമ്മയെ അവസാന കാലങ്ങളിൽ 3 മാസത്തോളം 4 മാസത്തോളം വളരെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ നോക്കുന്നതിനേക്കാൾ കാര്യക്ഷമമായിട്ട് സന്തോഷപൂർവ്വം നോക്കിയത് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ദൂരത്തായിരുന്നതുകൊണ്ട് ഞാൻ അമ്പൂരിയിലായിരുന്നു, പ്രിൻസിപ്പളാണ്, അറിയാമല്ലോ. വളരെ ടെൻഷൻ പിടിച്ച സാഹചര്യത്തിലായിരുന്നു ഞാൻ വന്നത്. കോവിഡിൻ്റെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്. എനിക്ക് അവിടെ നിന്ന് ഓടി വരാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടും ഞാൻ അമ്മായിക്ക് ഒരല്പം അസുഖമാണെന്ന് കരുതി 170 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് ഞാൻ ഇവിടെ എത്തിയിരുന്നു അമ്മായിയെ കാണാനൊക്കെ. എന്നെ കൊണ്ട് പരിമിതികളുണ്ടായിരുന്നു അമ്മയുടെ അവസാന കാലത്ത് വരാനായിട്ടുള്ള സാഹചര്യത്തിലെങ്കിലും പ്രോട്ടോകോളൊക്കെ പാലിച്ച് ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ടായിരുന്നു അമ്മായിയെ. അതിനൊക്കെ അനുവദിച്ച എടത്തുവ മഹാജൂബിലിയിലെയും ഹോസ്പിറ്റലിലെയും പിന്നെ കൂടെ നിന്ന് ശുശ്രൂഷിച്ച സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ പരിഗണന ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഈ ചടങ്ങുകളൊക്കെ മനോഹരമാക്കാനായിട്ട് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ജൂനിയർ സിസ്റ്റേഴ്സും ബാക്കിയുള്ള സഹോദരിമാരും ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. ഈ കോവിഡിൻ്റെ പ്രോട്ടോകോൾ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും എത്താൻ പറ്റാത്തതൊക്കെ ഞാൻ അവരോടെല്ലാം വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കോവിഡിൻ്റെ പ്രോട്ടോകോൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒത്തിരി പേര് താമസിക്കുന്ന സ്ഥലമാണ്. അതൊക്കെ കൊണ്ടാണ് വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവേണ്ടതാണ്. എങ്കിലും അവരുടെ എല്ലാ അസാന്നിധ്യത്തിലും തേവാരി കുടുംബാംഗങ്ങളുടെ പേരിൽ ഈ എല്ലാവർക്കും ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, മെൻഷൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണേ. എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞാൻ എല്ലാവരെയും തേവാരി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുട്ടിയമ്മായിക്ക് വേണ്ടി, നിങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന വെർജിൻ മേരി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി അമ്മയെ സംരക്ഷിച്ചതിന്, അമ്മയെ വളർത്തിയതിന്, ഇപ്പോൾ സ്വർഗത്തിലേക്ക് യാത്രയാക്കാൻ ഒന്നിച്ചു കൂടിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന തുടരാം. ഒരിക്കൽ കൂടി നന്ദി. എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾക്ക് ഞങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ സമ്മതിക്കാൻ പറ്റുന്നുള്ളൂ. ഒരാൾ വിദേശത്താണ്, വേറൊരാൾ ഈയിടെ 8 ദിവസങ്ങളിൽ വന്നിട്ട് മടങ്ങിയതേ ഉള്ളൂ. അവരുടെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയും നിങ്ങൾ കാണിക്കുന്ന ഈ കാരുണ്യത്തിന്, അമ്മയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായി വിശുദ്ധമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തേവാരി കുടുംബത്തിൻ്റെ പേരിൽ നന്ദി Help me
ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തോറങ്ങുവാൻ എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമോണർന്നിടാ സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലത്തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമോണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ